എന്താണ് നീ കാണിച്ചു വെച്ചത്? നിനക്കൊക്കെ വല്ല ബോധവുമുണ്ടോ? എന്റെ ജീവിതം മുഴുവൻ നീ ആ തീരിട്ട് ചാരമാക്കിയല്ലോ ഈ മഹാഭാവി. ഉമ്മറത്തെ കരിങ്കൽ തൂണിനെ പോലും വിറപ്പിച്ചുകൊണ്ട് മാധവന്റെ ശബ്ദം ആ പഴയ തറവാട്ട് മുറ്റത്ത് അലയടിച്ചു. വേനച്ചൂടിൽ വെന്തിരുകുന്ന ആ ഉച്ച നേരത്ത് മുറ്റത്തെ തീക്കൂനയിൽ നിന്നും ഉയരുന്ന പുകയേക്കാൾ ചൂടുണ്ടായിരുന്നു അയാളുടെ വാക്കുകൾക്ക്. തൊടിയിലെ മരക്കൊമ്പുകളിൽ വിശ്രമിച്ചിരുന്ന പക്ഷികൾ ആ അലർച്ച കേട്ട് ഭയന്ന് ചിറകടിച്ച് പറന്നകന്നു. നെറ്റിയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്ത് കണ്ണുകളിൽ നിന്നും തീപ്പൊരി പാറുന്നതുപോലെ അയാൾ സേതുലക്ഷ്മിക്ക് നേരെ വിരൽ ചൂണ്ടി നിന്നു. അയാളുടെ ആ നിൽപ്പ് കണ്ടാൽ ഏതു നിമിഷവും അവളെ കടിച്ചു കീറുമെന്ന് തോന്നുമായിരുന്നു. ഒരു തുണ്ട് കടലാസ് വലിച്ചെറിഞ്ഞ് കത്തിച്ചു കളഞ്ഞതിന്റെ പേരിൽ ഭാര്യയ്ക്ക് നേരെ ആ ഭർത്താവ് ദേഷ്യപ്പെട്ടപ്പോൾ ആ മുറ്റത്തെ വെയിൽ പോലും ഒന്ന് മങ്ങിപ്പോയതുപോലെ തോന്നി. വിയർപ്പു കണങ്ങൾ അയാളുടെ മുഖത്തുകൂടി ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. ശ്വാസം കിട്ടാതെ പോലൊരവസ്ഥ. എന്തു പറയണമെന്നറിയാതെ സേതുലക്ഷ്മി വിറങ്ങലിച്ചു നിന്നു. കയ്യിലിരുന്ന ചൂല് എപ്പോഴോ താഴെ വീണിരുന്നു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൾ വായ പൊത്തിപ്പിടിച്ചു. അവളുടെ കണ്ണുകളിൽ അടക്കാനാവാത്ത ഭയവും ആശയക്കുഴപ്പവും നിറഞ്ഞു നിന്നു. എന്താണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സ് അപ്പോഴും തയ്യാറായിരുന്നില്ല. കുറച്ചു നിമിഷങ്ങൾക്ക് മുൻപ് വരെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. വേനൽ ചൂട് അതിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു ഉച്ചനേരം. പഴയ തറവാട്ടുമുറ്റത്തെ വെളുത്ത മണലിൽ വെയിൽ വീണ് തിളങ്ങുന്നുണ്ട്. മുറ്റത്ത് തലയോർത്ത് നിൽക്കുന്ന കൂറ്റൻ മാവുകളിൽ നിന്നും പ്ലാവുകളിൽ നിന്നും അടർന്നു വീഴുന്ന ഉണക്കയിലകൾ മുറ്റമാകെ ഒരു പരവതാനി പോലെ വിരിച്ചിട്ടിരിക്കുന്നു. അടുക്കളയിലെ തിരക്കുകൾ കഴിഞ്ഞ് അല്പം വിശ്രമിക്കാമെന്ന് കരുതിയെങ്കിലും കാറ്റിൽ പറന്നു വീണ ഇലകൾ കണ്ട് അവൾ മുറ്റം വൃത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പുതുള്ളികൾ സാരിത്തലപ്പ് കൊണ്ട് തുടച്ചുകൊണ്ട് അവൾ ചൂലെടുത്ത് മുറ്റം അടിച്ചു വരാൻ തുടങ്ങി. ഓരോ തവണ ചൂല് തറയിൽ ഉരയുമ്പോഴും ഇലകളും പൊടിയും ഒന്നിച്ചു ചേർന്നു. മുറ്റത്തിന്റെ പല കോണുകളിൽ നിന്നായി അവൾ ആ ഉണക്ക ഇലകൾ ഒരു വലിയ കൂനയായി നടുമുറ്റത്തേക്ക് കൂട്ടിയിട്ടു. അതിനിടയിൽ ഉമ്മറത്തെ വരാന്തയിൽ നിന്നോ അതോ കാറ്റിൽ എവിടെ നിന്നോ പറന്നു വന്ന ഒരു പഴയ കടലാസ് കഷ്ണം ആ ഇലക്കൂട്ടത്തിൽ കിടപ്പുണ്ടായിരുന്നു. അല്പം ചുക്കിച്ചുളിഞ്ഞ പഴക്കം ചെന്ന ഒരു കടലാസ്. ഒരു പക്ഷെ ആരെങ്കിലും വലിച്ചെറിഞ്ഞ വെറുമൊരു പാഴ്ക്കടലാസ് ആകാം അതെന്ന് അവൾ കരുതിയിട്ടുണ്ടാകാം. അവളുടെ ശ്രദ്ധയിൽ അത് പതിഞ്ഞതേയില്ല. ഉണക്കേലകൾക്കൊപ്പം ആ കടലാസും അവൾ ഒരുമിച്ച് കൂട്ടിയിട്ടു. തുടർന്ന് ഒരു തീക്കൊള്ളി കൊണ്ട് അവൾ ആ ഇലക്കൂനയ്ക്ക് തീയിട്ടു. വേനൽ ചൂടിൽ ഉണങ്ങിക്കരിഞ്ഞു നിന്ന ഇലകളിലേക്ക് തീ അതിവേഗം പടർന്നു പിടിച്ചു. ഉണക്കയിലകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും വെളുത്ത പുകയും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. തീനാളങ്ങൾ ആർത്തി പിടിച്ച് ഇലകളെ വിഴുങ്ങുന്നതിനിടയിൽ ആ ചുക്കിച്ചുളിഞ്ഞ കടലാസിലേക്കും അത് പടർന്നു കയറി. അരികുകൾ കരിഞ്ഞ് ചുരുണ്ട് ആ കടലാസ് പതുക്കെ ചാരമായി മാറാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് മാധവൻ മുറ്റത്തേക്ക് ഓടി വന്നത്. എന്തോ പരതുന്നത് പോലെ വല്ലാത്തൊരു വെപ്രാളത്തോടെയായിരുന്നു അയാളുടെ വരവ്. വീടിനുള്ളിലെ തടി അലമാരകളെല്ലാം വലിച്ചു വാരിയിട്ട് ഭ്രാന്തനെ പോലെ അയാൾ ആ കടലാസിനായി തിരയുകയായിരുന്നു. അവിടെ കാണാതായപ്പോൾ വരാന്തയിലും മുറ്റത്തും അയാളുടെ കണ്ണുകൾ പരക്കം പാഞ്ഞു. ഒടുവിൽ മുറ്റത്ത് കത്തിയെരിയുന്ന തീക്കുനയിലേക്കും പകുതി കരിഞ്ഞ ആ കടലാസ് കഷ്ണത്തിലേക്കും അയാളുടെ നോട്ടം മുടക്കി. ഒരു നിമിഷം അയാളുടെ സമയം നിലച്ചതുപോലെയായി. വേണ്ട, കത്തിക്കരുത് എന്ന് അലറിക്കൊണ്ട് അയാൾ തീക്കൂനയ്ക്ക് അരികിലേക്ക് കുതിച്ചെങ്കിലും അപ്പോഴേക്കും അത് പൂർണ്ണമായും കരിഞ്ഞ് കാറ്റിൽ പറക്കുന്ന വെറും ചാരമായി മാറിയിരുന്നു. ഒരു തുണ്ട് കടലാസ്. അതെനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നിനക്കറിയാമോ? എന്തിനാണ് നീ ഇത് ചെയ്തത്? ആരോട് ചോദിച്ചിട്ടാ നീ വരാന്തയിൽ കിടന്ന കടലാസ് എടുത്ത് തീയിലിട്ടത്? മാധവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ദേഷ്യം പതുക്കെ കടുത്ത നിരാശയിലേക്കും സങ്കടത്തിലേക്കും വഴിമാറുന്നത് പോലെ അയാൾ തലയിൽ കൈവച്ച് ആ കരിഞ്ഞ ചാരത്തിലേക്ക് നോക്കി തറച്ചു നിന്നു. അയാളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ആ തീയിൽ വെന്തു എണ്ണീറായതുപോലെ അയാൾക്ക് തോന്നി. സേതുലക്ഷ്മിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങാൻ തുടങ്ങി. താൻ ചെയ്ത അബദ്ധത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് അവൾ പതിയെ തിരിച്ചറിയുകയായിരുന്നു. മുറ്റത്തെ ഉണക്കിയിലകൾ കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ കൂട്ടത്തിൽ ആ പേപ്പറും തീയിലേക്ക് വീഴുകയായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ അതൊരു സാധാരണ കടലാസ് ആയിരുന്നില്ല എന്ന് അവൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. എന്തിനാണ് ആ കടലാസിന് ഇത്രമാത്രം വില? അതിൽ എന്തായിരുന്നു എഴുതിയിരുന്നത്? വർഷങ്ങളായി മാധവൻ നെഞ്ചിലേറ്റി നടന്ന ഏതോ വലിയ രഹസ്യമാണോ താൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയത്? ഭയം കൊണ്ട് അവളുടെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൾക്ക് ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങിക്കിടന്നു. ഇതിനെല്ലാം സാക്ഷിയായി ഉമ്മറത്തെ തൂണിന് മറവിൽ അവരുടെ മകൾ മാളവിക ഭയന്ന് വിറച്ച് നിൽക്കുന്നുണ്ട്. അച്ഛന്റെ ഈ ഭയാനകമായ രൂപം അവൾ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിരുന്നില്ല. എപ്പോഴും ശാന്തനായി മാത്രം കണ്ടിരുന്ന അച്ഛൻ ഒരു മൃഗത്തെ പോലെ അലറുന്നത് കണ്ടപ്പോൾ അവളുടെ പിഞ്ചു മനസ്സിൽ വല്ലാത്തൊരു നടുക്കമുണ്ടായി. അമ്മയുടെ നിസ്സഹായതയും അച്ഛന്റെ ദേഷ്യവും ആ വീടിന്റെ അന്തരീക്ഷത്തെ ആകെ ശ്വാസം മുട്ടിക്കുന്നതാക്കി മാറ്റി. തീക്കൂനയിൽ നിന്നും ഇനിയും പുക ഉയർന്നുകൊണ്ടിരുന്നു. കരിഞ്ഞ കടലാസിന്റെ ചാരം കാറ്റിൽ പറന്ന് അവരുടെ കാൽക്കീഴിലേക്ക് വീണു. ആ ചെറിയ കടലാസ് കഷ്ണം ആ കുടുംബത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ കൊടുങ്കാറ്റിന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു അത്. കാലങ്ങളായി ഉറങ്ങിക്കിടന്നിരുന്ന പല രഹസ്യങ്ങളും ആ തീനാളങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ആ നിശബ്ദതയിൽ മാധവൻ സാവധാനം തലയുയർത്തി സേതുലക്ഷ്മിയെ നോക്കി.
ആ നോട്ടത്തിൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് എല്ലാം നഷ്ടപ്പെട്ടവന്റെ ശൂന്യതയായിരുന്നു. ഇനി നമ്മൾ എന്തു ചെയ്യും സേതു? അയാളുടെ ശബ്ദം ഒരു ദീനരോധനം പോലെ ആ മുറ്റത്ത് വീണുറഞ്ഞു. വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ ആദ്യത്തെ സൂചനയായിരുന്നു ആ വാക്കുകൾ. മുറ്റത്തെ ആ തീക്കൂന പൂർണ്ണമായും കെട്ടടങ്ങിയിരുന്നു. എന്നാൽ ആ പഴയ തറവാട്ട് വീട്ടിലെ അന്തരീക്ഷത്തിൽ ഒരിക്കലും കെടുത്താനാവാത്ത ഒരു വലിയ തീപ്പൊരി വീണു കഴിഞ്ഞിരുന്നു. മാധവന്റെ ആ അവസാനത്തെ ചോദ്യം, ഇനി നമ്മൾ എന്ത് ചെയ്യും സേതു? ആ മുറ്റത്തെ ചൂടുള്ള വായുവിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് പോലെ തോന്നി. സേതുലക്ഷ്മിക്ക് ഒന്നും മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവളുടെ കാലുകൾ തളർന്നു പോയിരുന്നു. ഉമ്മറത്തെ കരിങ്കൽ പടിയിലേക്ക് അവൾ ഒരു മരത്തടി പോലെ തളർന്നിരുന്നു. കണ്ണുനീർ വറ്റി തുടങ്ങിയിരുന്നു. പകരം അമ്പരപ്പും ഭയവും അവളുടെ മുഖത്ത് ഘനീഭവിച്ചു നിന്നു. മാധവൻ സാവധാനം പിന്തിരിഞ്ഞു നടന്നു. അയാളുടെ ഓരോ ചുവടിലും ലോകത്തിന്റെ മുഴുവൻ ഭാരവും പേർന്നതുപോലെ തളർച്ചയുണ്ടായിരുന്നു. വരാന്തയിലൂടെ നടന്ന് തന്റെ മുറിയിൽ കയറി അയാൾ വാതിലടച്ചു. ആ വാതിലടയുന്ന വലിയ ശബ്ദം സേതുലക്ഷ്മിയുടെ നെഞ്ചിലേക്കായിരുന്നു ചെന്ന് തറച്ചത്. മുറിക്കുള്ളിലെ ഇരുട്ടിൽ കട്ടിലേക്ക് വീഴുമ്പോൾ മാധവന്റെ കണ്ണുകളിൽ നിന്ന് ചുടുചോര പോലെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. ആ കടലാസ്, അത് വെറുമൊരു പാഴ്കടലാസ് ആയിരുന്നില്ല. കഴിഞ്ഞ 12 വർഷമായി അയാൾ സ്വന്തം ജീവനേക്കാൾ വിലമതിച്ച് കാത്തു സൂക്ഷിച്ച ഒരു സുപ്രധാന രേഖയായിരുന്നു അത്. തന്റെ പിതാവ് മരിക്കുന്നതിന് തൊട്ടു മുൻപ് വിറയ്ക്കുന്ന കൈകളോടെ തന്റെ കൈകളിൽ ഏൽപ്പിച്ച തറവാട്ടു സ്വത്തുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ആധാരം. തന്റെ സ്വന്തം സഹോദരൻ സ്വത്തിനു വേണ്ടി ചതിച്ചപ്പോൾ നിയമത്തിനു മുന്നിൽ തന്റെ നിരപരാധിത്വവും അവകാശവും തെളിയിക്കാൻ അയാൾക്ക് ബാക്കിയുണ്ടായിരുന്ന ഏക തെളിവ് അതായിരുന്നു. ഇന്ന് വൈകുന്നേരം വക്കീലിനെ കാണാൻ പോകാനിരിക്കെയാണ് ഭദ്രമായി വെച്ചിരുന്ന അലമാരയിൽ നിന്ന് അതെടുത്ത് മേശപ്പുറത്ത് വെച്ചത്. ഒരു നിമിഷത്തെ അശ്രദ്ധ, വീശിയടിച്ച കാറ്റിൽ അത് മുറ്റത്തേക്ക് പറന്നുപോയത് താൻ അറിഞ്ഞില്ലല്ലോ എന്നോർത്ത് അയാൾ തലമുടി വലിച്ചു പറിച്ചു കരഞ്ഞു. ആ തീയിൽ കത്തി അമർന്നത് ഒരു കടലാസല്ല, മറിച്ച് തന്റെ കുടുംബത്തിന്റെ ഭാവിയും സ്വന്തം അസ്തിത്വവും വർഷങ്ങളായുള്ള പോരാട്ടത്തിന്റെ അന്ത്യവുമാണ്. അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും പരാജയത്തിന്റെ കയ്പ് അയാൾ അറിഞ്ഞു. പുറത്ത് സേതുലക്ഷ്മി പതുക്കെ എഴുന്നേറ്റ് ആ തീക്കോനയുടെ അടുത്തേക്ക് നടന്നു. ഉച്ചവെയിൽ താഴ്ന്നു തുടങ്ങിയിരുന്നു. കാറ്റിൽ അല്പം ചാരം പറന്നുപോയി. കറുത്ത നിറത്തിലുള്ള ചെറിയ കഷ്ണങ്ങൾ മാത്രം ബാക്കിയായി. അവൾ അതിലൊന്ന് കയ്യിലെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ വിരൽ തൊട്ടതെ അത് പൊടിഞ്ഞില്ലാതായി. അത്രമേൽ ദുർബലമായിരുന്നു ഇപ്പോൾ അവരുടെ ജീവിതം. താൻ അറിയാതെ ചെയ്ത ഒരു തെറ്റ് ഈ കുടുംബത്തെ ഇത്ര വലിയൊരു കൊക്കയിലേക്ക് തള്ളിയിടുമെന്ന് അവൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അമ്മേ എന്ന നേരത്തെ വിളി കേട്ടാണ് അന്തകളിൽ നിന്ന് ഉണർന്ന് തിരിഞ്ഞു നോക്കിയത്. മാളവിക വരാന്തയിൽ പരിങ്ങി നിൽക്കുന്നു. ആ കുട്ടിയുടെ കണ്ണുകളിൽ ഇപ്പോഴും ഒരു ഭയമുണ്ട്. സേതുലക്ഷ്മി ഓടിച്ചെന്ന് മകളെ വാരിപ്പുണർന്നു. ഒന്നുമില്ല മോളെ, അച്ഛന് പെട്ടെന്ന് ദേഷ്യം വന്നതല്ലേ, എല്ലാം ശരിയാകും എന്ന് പറയുമ്പോഴും അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. സ്വന്തം വാക്കുകളിൽ അവൾക്ക് തന്നെ യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അവൾ മകളെയും കൂട്ടി അകത്തേക്ക് നടന്നു. അന്ന് ഉച്ചയ്ക്ക് ആ വീട്ടിൽ ആരും ഒന്നും കഴിച്ചില്ല. അടുക്കളയിലെ കലങ്ങളിൽ ഭക്ഷണം അനാഥമായി തണുത്തുറഞ്ഞു. സന്ധ്യ മയങ്ങി തുടങ്ങി. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ ഒരു വലിയ തീകോളം പോലെ അസ്തമിച്ചു. തറവാട്ടിലെ സന്തോഷത്തിന്റെ പ്രകാശം അന്ന് കെട്ടടങ്ങിയിരുന്നു. പകൽ സമയത്ത് ആ ഉഷ്ണക്കാറ്റ് മാറി ഒരു തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ഇരുട്ട് പരന്നതോടെ ആ വീടിനുള്ളിലെ നിശബ്ദത കൂടുതൽ ഭയാനകമായി. എന്ത് ചെയ്യണമെന്നറിയാതെ സേതുലക്ഷ്മി പൂമുഖത്തെ തൂണും ചാരി തന്നെ ഇരുന്നു. അവളുടെ കാതുകൾ മാധവന്റെ മുറിയിൽ നിന്നുള്ള ഏതെങ്കിലും ശബ്ദത്തിനായി കാതോർത്തു. പെട്ടെന്ന് മാധവൻ മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. സേതുലക്ഷ്മി പിടഞ്ഞെഴുന്നേറ്റു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നടന്നു വന്ന മാധവനെ കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് അസുഖം ബാധിച്ച അവശനായ ഒരു മനുഷ്യനെ പോലെയായി മാറിയിരുന്നു. നിസ്സഹായത നിറഞ്ഞ കണ്ണും വിളറിയ മുഖവും. ഉച്ചയ്ക്ക് കണ്ട ആ സിംഹത്തിന്റെ ഭാവം പൂർണ്ണമായും അപ്രത്യക്ഷമായി. പകരം തോൽവി സമ്മതിച്ച ഒരു സാധാരണ മനുഷ്യൻ അവിടെ അവശേഷിച്ചു. അയാൾ സാവധാനം വന്ന് ഉമ്മറത്തെ ചാരുകസേരയിലിരുന്നു. ദീർഘനേരം അയാൾ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. മുറ്റത്തെ ആ ചാരക്കൂന അപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അവിടെ കിടപ്പുണ്ടായിരുന്നു. സേതു, അയാളുടെ വിളി വളരെ നേർത്തതായിരുന്നു. അവൾ സാവധാനം അയാളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കരയണ്ട, നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെന്ന് എനിക്കറിയാം. എന്റെ അശ്രദ്ധയാണ് എല്ലാം നശിപ്പിച്ചത്. ഞാൻ അത് അവിടെ വെക്കാൻ പാടില്ലായിരുന്നു. അയാൾ ഒരു വലിയ നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. അയാളുടെ ശബ്ദത്തിലെ ആ ശാന്തത സേതുലക്ഷ്മിയെ കൂടുതൽ ഭയപ്പെടുത്തി. കോപത്തെക്കാൾ ഭയാനകമാണ് മനുഷ്യന്റെ നിസ്സഹായമായ ശാന്തത എന്ന് അവൾ തിരിച്ചറിഞ്ഞു. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. നീ ഇന്ന് ഉച്ചയ്ക്ക് കത്തിച്ചു കളഞ്ഞ ആ കടലാസിൽ എന്തായിരുന്നു എന്ന് നിനക്കറിയായിരുന്നോ സേതു? അയാളുടെ ചോദ്യം കേട്ട് അവളുടെ നെഞ്ചിടിപ്പ് കൂടി. വായുവിൽ ഒരു വല്ലാത്ത മരവിപ്പ് പടരുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അത് 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 കേവലം ഒരു കടലാസ് ആയിരുന്നില്ല സേതു. ഈ വീടും ഈ പറമ്പും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ആയുധമായിരുന്നു അത്. അയാളുടെ വാക്കുകൾ ഒരു ഇടുത്തി പോലെയാണ് ആ വരാന്തയിൽ പൊട്ടിത്തെറിച്ചത്. സേതുലക്ഷ്മിയുടെ ലോകം അവിടെ വെച്ച് അവസാനിക്കുന്നത് പോലെ അവൾക്ക് തോന്നി.
മാധവന്റെ വാക്കുകൾ ആ കുടുംബത്തിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. നമ്മൾ 3 പേരും ഈ പടി ഇറങ്ങേണ്ടി വരും. മാധവന്റെ ആ വാക്കുകൾ ഒരു വലിയ മരണമണി പോലെ സേതുലക്ഷ്മിയുടെ കാതുകളിൽ മുഴകിക്കൊണ്ടേയിരുന്നു. രാത്രിക്ക് വല്ലാത്തൊരു കനം വെച്ചതുപോലെ തറവാട്ടിലെ ആ വലിയ പൂമുഖത്ത് കരിന്തിരി കത്തുന്ന മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ജീവനില്ലാത്ത ഒരു പ്രതിമ പോലെ അവൾ തറച്ചു നിന്നു. അവൾക്ക് ചുറ്റും ശൂന്യത മാത്രമായിരുന്നു. പകൽ മുഴുവൻ വീശിയടിച്ച വേനൽക്കാറ്റ് ഇപ്പോൾ എങ്ങോട്ടോ മറഞ്ഞിരിക്കുന്നു. മുറ്റത്തെ ഇരുട്ടിൽ ചീവീടുകളുടെ നിർത്താതെയുള്ള കരച്ചിൽ മാത്രം ആ ഭയാനകമായ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ടിരുന്നു. തന്റെ സ്വന്തം കൈകൾ കൊണ്ടാണ് കുടുംബത്തിന്റെ ചിതയൊരുക്കിയതെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു. എന്തിനായിരുന്നു ആ അശ്രദ്ധ? ഒന്ന് നോക്കാമായിരുന്നില്ലേ? സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ കുറ്റബോധം കൊണ്ട് അവളുടെ ഹൃദയം പിടഞ്ഞു. കണ്ണീർ വറ്റി വരണ്ട കണ്ണുകളോടെ ഇരുട്ടിലേക്ക് തന്നെ നോക്കി അവൾ ആ തണുത്ത തറയിലിരുന്നു. ഈ തറവാടിന്റെ പടിയിറങ്ങിയാൽ പിന്നെ തങ്ങൾക്ക് സ്വന്തമായി ഒരു വിലാസമില്ലല്ലോ എന്ന ചിന്ത അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. മാധവന്റെ അവസ്ഥ അതിലും ദയനീയമായിരുന്നു. ചാരുകസേരയെ തളർന്നിരിക്കുന്ന ആ മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് വർഷങ്ങൾ പിന്നിലേക്ക് പോയതുപോലെ തോന്നി. അയാൾക്ക് മുന്നിൽ ഓർമ്മകളുടെ ഒരു വലിയ കടൽ ഇരമ്പുകയായിരുന്നു. താൻ ജനിച്ചു വളർന്ന ഈ ശ്രീനിലയം തറവാട്, തന്റെ അച്ഛന്റെ അവസാനത്തെ ശ്വാസം വീണ ഈ മണ്ണ്, അച്ഛൻ മരിക്കുന്നതിന് തൊട്ടു മുൻപ് വിറയ്ക്കുന്ന കൈകളോടെ തന്റെ കയ്യിൽ ആ പഴയ ആധാരം വെച്ചു തരുമ്പോൾ പറഞ്ഞ വാക്കുകൾ മാധവന്റെ കാതുകളിൽ വീണ്ടും മുഴങ്ങി. മാധവ, ഇത് നീ കാക്കണം. നിന്റെ ജീവനോളം വിലയുണ്ട് ഇതിന്. നിന്റെ ജ്യേഷ്ഠൻ രവികുമാർ ഇതിൽ കണ്ണുവെച്ചിട്ടുണ്ട്. അവനെ വിശ്വസിക്കരുത്. അച്ഛന്റെ വാക്കുകൾ അക്ഷരം പ്രതി ശരിയായിരുന്നു. അച്ഛന്റെ മരണശേഷം വ്യാജ ഒപ്പിട്ട ഒരു വിൽപത്രം ഉണ്ടാക്കി സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കാൻ രവികുമാർ കേസ് കൊടുത്തു. കഴിഞ്ഞ 12 വർഷമായി മാധവൻ കോടതി വരാനൊക്കെ കയറി ഇറങ്ങുകയാണ്. നാളെ രാവിലെയാണ് ആ കേസിന്റെ അന്തിമ വിധി വരുന്നത്. താൻ ഈ വീടിന്റെ യഥാർത്ഥ അവകാശിയാണെന്ന് തെളിയിക്കാൻ കോടതിയിൽ ഹാജരാക്കേണ്ടിയിരുന്നത് അച്ഛൻ തന്ന ആസ്തലാധാരമായിരുന്നു. അതാണ് ആ ഒരൊറ്റ പ്രതീക്ഷയാണ് ഇന്ന് ഉച്ചയ്ക്ക് ആ തീക്കുനയിൽ എരിഞ്ഞടങ്ങിയത്. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നാളെ കോടതിയിൽ താൻ തോൽക്കും, രവികുമാർ ജയിക്കും. ഈ വീടും പറമ്പും അയാൾക്ക് സ്വന്തമാകും. എല്ലാം അവസാനിച്ചിരിക്കുന്നു. രാത്രിക്ക് വീണ്ടും കനം വെച്ചു. ചുമരിലെ പഴയ ക്ലോക്കിൽ സമയം 12 മണിയടിക്കുന്ന ശബ്ദം കേട്ടു. അപ്പോഴാണ് അകത്തെ മുറിയിൽ നിന്നും നേരിയൊരു അനക്കമുണ്ടായത്. പൂമുഖത്തെ ഇരുട്ടിലേക്ക് പതുക്കെ നടന്നു വന്നത് മാളവികയായിരുന്നു. 9 വയസ്സുകാരിയായ അവരുടെ മകൾ. പകൽ നടന്ന ആ വലിയ പൊട്ടിത്തെറിയുടെയും അതുണ്ടാക്കിയ വിനാശത്തിന്റെയും നിശബ്ദ സാക്ഷിയായിരുന്നു അവൾ. ഭയം കൊണ്ട് അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അവളുടെ ചെറിയ കാൽപ്പാടുകൾ തറയിൽ പതിന്ന ശബ്ദം കേട്ട് സേതുലക്ഷ്മി തലയുയർത്തി നോക്കി. മോളെ, നീ ഉറങ്ങിയില്ലേ? സേതുലക്ഷ്മിയുടെ ശബ്ദം ഇടറി. മാളവിക ഒന്നും മിണ്ടിയില്ല. അവൾ സാവധാനം അച്ഛന്റെ അടുത്തേക്ക് നടന്നു. അവളുടെ കുഞ്ഞിക്കൈകൾ പിന്നിലേക്ക് മറച്ചു പിടിച്ചിരുന്നു. മകളുടെ സാമീപ്യം അറിഞ്ഞിട്ടും മാധവൻ കണ്ണുകൾ തുറന്നില്ല. അയാളുടെ മനസ്സ് അപ്പോൾ നാളത്തെ കോടതി മുറിയിലായിരുന്നു. മാളവിക അച്ഛന്റെ കാൽമുട്ടിൽ പതുക്കെ തൊട്ടു. അച്ഛാ. അവളുടെ നേർത്ത വിളിയിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മാധവൻ സാവധാനം കണ്ണുകൾ തുറന്ന് മകളെ നോക്കി. ആ കുരുന്നിന്റെ മുഖത്ത് ഭയത്തോടൊപ്പം ഒരു വല്ലാത്ത തിളക്കവും ഉണ്ടായിരുന്നു. അവൾ തന്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കൈകൾ മുന്നോട്ടെടുത്തു. അവളുടെ കയ്യിൽ മടക്കി വെച്ച ഒരു പഴയ കടലാസ് ഉണ്ടായിരുന്നു. നിറം മങ്ങി അരികുകൾ പഴകിയ ഒരു കടലാസ്. അച്ഛാ, അച്ഛൻ തിരയുന്നത് ഇതാണോ? അവൾ ആ കടലാസ് മാധവന്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. മങ്ങിയ വെളിച്ചത്തിൽ മാധവൻ ആ കടലാസിലേക്ക് നോക്കി. ആദ്യം അതൊരു സാധാരണ പേപ്പറാണെന്ന് അയാൾ കരുതിയത്. എന്നാൽ ആ കടലാസിലെ മഷിയടയാളങ്ങളും താഴെ കാണുന്ന ആ പഴയ കയ്യൊപ്പും കണ്ടപ്പോൾ അയാളുടെ ഹൃദയമിടിപ്പ് നിന്നുപോയോ എന്ന് അയാൾക്ക് തോന്നി. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ ആ കടലാസ് എടുത്ത് നിവർത്തി. വിളക്കിന്റെ വെളിച്ചത്തിലേക്ക് അത് നീട്ടിപ്പിടിച്ചപ്പോൾ അയാളുടെ കണ്ണുകൾ അവിശ്വസനീയതയോടെ വിടർന്നു. ശ്വാസം നിലച്ചതുപോലെയുള്ള ഒരവസ്ഥ. അതായിരുന്നു ആ ആധാരം. മുദ്രപത്രത്തിൽ എഴുതിയ തന്റെ അച്ഛന്റെ കയ്യൊപ്പുള്ള ആസ്തൽ ആധാരം. യാതൊരു കേടുപാടുകളുമില്ലാതെ അത് അയാളുടെ കൈകളിൽ ഇരിക്കുന്നു. ഇത് നിനക്ക് എവിടുന്ന് കിട്ടി മോളെ? മാധവന്റെ ശബ്ദം വിറച്ചു. കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. സേതുലക്ഷ്മിയും അമ്പരപ്പോടെ എഴുന്നേറ്റ് വന്നു. അവൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മാളവിക ഭയത്തോടെ എന്നാൽ വ്യക്തമായി പറഞ്ഞു. ഉച്ചയ്ക്ക് അച്ഛൻ അലമാരയിൽ വലിയ ശബ്ദമുണ്ടാക്കി എന്തോ തിരയുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ മേശപ്പുറത്ത് വെച്ചിരുന്ന ഒരു പഴയ ഫയലിൽ നിന്നും ഈ കടലാസ് താഴേക്ക് വീണു. കാറ്റിൽ പറന്ന് അത് കട്ടിലിനടിയിലേക്ക് പോയി. അച്ഛൻ പുറത്തേക്ക് ഓടിയപ്പോൾ ഞാൻ അതെടുത്ത് എന്റെ പുസ്തകത്തിനുള്ളിൽ വെച്ചതായിരുന്നു. പിന്നെ അച്ഛൻ അമ്മയോട് ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി. അതാ ഞാൻ ഇത് തരാതിരുന്നത്. മാധവന്റെയും സേതുലക്ഷ്മിയുടെയും തലച്ചോറിൽ അപ്പോൾ ഒരു വലിയ മിന്നൽ പിണർ കടന്നുപോയി. അങ്ങനെയെങ്കിൽ വരാന്തയിൽ നിന്ന് പറന്ന മുറ്റത്തെ ഇലകൾക്കൊപ്പം തീയിലേക്ക് വീണത് എന്തായിരുന്നു? മാധവൻ പെട്ടെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അതെ, വക്കീൽ തന്ന പഴയൊരു കേസുകാരിയുടെ ചുക്കിച്ചുഴിഞ്ഞ താളുകൾ മേശപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. നിറം മങ്ങിയ ആ പാഴ്ക്കടലാസുകൾ കണ്ടാൽ പെട്ടെന്ന് നോക്കുമ്പോൾ ആധാരമാണെന്നേ തോന്നും. കാറ്റിൽ പറന്നു വീണ ആ ഡയറിയിലെ താളുകളായിരുന്നു
സേതുലക്ഷ്മി കൂട്ടിയിട്ട് കത്തിച്ചത്. സത്യം തിരിച്ചറിഞ്ഞ ആ നിമിഷം മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ വന്നതുപോലെ മാധവൻ മകളെ വാരിപ്പുണർന്നു. അയാളുടെ പൊട്ടിക്കരച്ചിൽ ആ രാത്രിയിൽ നിശബ്ദതയെ ഇല്ലാതാക്കി. സേതുലക്ഷ്മിയും അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. ആ തീയിൽ കത്തിയമർന്നത് അവരുടെ ഭാവിയായിരുന്നില്ല, മറിച്ച് അവരുടെ ദുരിതങ്ങളായിരുന്നു എന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു. നിശബ്ദ സാക്ഷിയായ ആ മകൾ അവരുടെ ജീവിതത്തിലേക്ക് വലിയൊരു പ്രകാശം കൊണ്ടുവന്നിരിക്കുന്നു. കിഴക്കൻ ചക്രവാളത്തിൽ പ്രതീക്ഷയുടെ ഒരു പുതിയ സൂര്യൻ ഉദിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ 12 വർഷങ്ങളായി ആ വീടിന് മുകളിൽ മൂടിക്കെട്ടി നിന്നിരുന്ന കാർമേഘങ്ങൾ പതുക്കെ അകലുന്നത് പോലെ തോന്നി. തറവാട്ടിലെ പൂമുഖത്ത് സേതുലക്ഷ്മി കത്തിച്ചു വെച്ച നിലവിളക്കിന്റെ പ്രകാശം അന്ന് കൂടുതൽ തിളക്കമുള്ളതായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വെളുത്ത വസ്ത്രമണിഞ്ഞു നിൽക്കുന്ന മാധവന്റെ മുഖത്ത് ഇന്നലെ കണ്ട ആ നിരാശയോ ഭയമോ ഉണ്ടായിരുന്നില്ല. പകരം സത്യം ജയിക്കുമെന്നുള്ള ഒരു അചഞ്ചലമായ വിശ്വാസം ആ കണ്ണുകളിൽ പ്രകടമായിരുന്നു. പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സേതുലക്ഷ്മിയുടെ അരികിലെത്തി അവൾ തിരിഞ്ഞ് ഭസ്മം അയാളുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. പിന്നീട് ഉറങ്ങിക്കിടക്കുന്ന മാളവികയുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ഒരു ചുംബനം നൽകി. തന്റെ ജീവനേക്കാൾ വിലപ്പെട്ട ആ ആധാരം ഭദ്രമായി ഒരു ഫയലിൽ വെച്ച് അയാൾ കോടതിയിലേക്ക് തിരിച്ചു. ഈ തറവാടിന്റെ പടിയിറങ്ങേണ്ടി വരുമോ എന്ന ഭയമില്ലാതെ, ഇത് തന്റേതാണെന്ന് തെളിയിക്കാനുള്ള ആത്മവിശ്വാസത്തോടെയുള്ള അയാളുടെ ആ നടത്തം സേതുലക്ഷ്മി നോക്കി നിന്നു. കോടതി വളപ്പ് പതിവ് പോലെ തിരക്ക് പിടിച്ചതായിരുന്നു. കറുത്ത കോട്ടണിഞ്ഞ വക്കീലന്മാരും നീതി തേടിയെത്തിയ സാധാരണക്കാരും അവിടെ തിങ്ങി നിറഞ്ഞിരുന്നു. മാധവൻ തന്റെ വക്കീലായ അഡ്വക്കേറ്റ് മേനോന്റെ ഓഫീസിലെത്തി വിവരങ്ങൾ പറഞ്ഞു. ആ പഴയ ആധാരം കണ്ടപ്പോൾ വക്കീലിന്റെ മുഖത്തും വല്ലാത്തൊരു ആശ്വാസം പ്രകടമായിരുന്നു. ഇത് മതി മാധവ, ഈ ഒരൊറ്റ രേഖ മതി ആ രവികുമാറിന്റെ എല്ലാ കളവുകളും പൊളിച്ചെടുക്കാൻ. നീ ധൈര്യമായിരിക്കും. അഡ്വക്കേറ്റ് മേനോൻ മാധവന്റെ തോളിൽ തട്ടിക്കൊണ്ടു പറഞ്ഞു. കോടതി വരാന്തയിൽ കാത്തു നിൽക്കുമ്പോഴാണ് രവികുമാർ അവിടേക്ക് വന്നത്. വില കൂടിയ സ്യൂട്ടണിഞ്ഞ് അഹങ്കാരം നിറഞ്ഞ ഒരു പുച്ഛച്ചിരിയോടെ അവൻ മാധവന്റെ അടുത്തേക്ക് വന്നു. എന്താടാ മാധവ, പെട്ടിയൊക്കെ പാക്ക് ചെയ്തോ? ഇന്നത്തോടെ ആ വീടിന്റെ മേലുള്ള നിന്റെ അവകാശം അവസാനിക്കുകയാ. കോടതി വിധി വന്നാൽ പിന്നെ ഒരു നിമിഷം പോലും നിന്നെ ഞാൻ അവിടെ നിർത്തില്ല. രവികുമാറിന്റെ വാക്കുകളിൽ ക്രൂരത നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ മാധവൻ ഒന്നും മിണ്ടിയില്ല. അയാളുടെ മൗനം രവികുമാറിനെ കൂടുതൽ ചൊടിപ്പിച്ചു. വെറുമൊരു പുഞ്ചിരി മാത്രമായിരുന്നു മാധവന്റെ മറുപടി. ആ പുഞ്ചിരിക്ക് പിന്നിലെ രഹസ്യമറിയാതെ രവികുമാർ കോടതി മുറിയിലേക്ക് കയറിപ്പോയി. കോടതി നടപടികൾ ആരംഭിച്ചു. ന്യായാധിപൻ തന്റെ ഇരിപ്പിടത്തിൽ വന്നിരുന്നതോടെ മുറിയിൽ പൂർണ്ണ നിശബ്ദത പരന്നു. രവികുമാറിന്റെ വക്കീൽ വാദം തുടങ്ങി. വളരെ തന്ത്രപരമായാണ് അയാൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. മരിക്കുന്നതിന് മുൻപ് പിതാവ് സ്വത്തുക്കൾ മുഴുവൻ മൂത്ത മകനായ രവികുമാറിന് എഴുതി വെച്ചു എന്നും അതിന് തെളിവായി വിൽപത്രം തങ്ങളുടെ പക്കലുണ്ടെന്നും അയാൾ വാദിച്ചു. മാത്രവുമല്ല, താഴത്തെ സഹോദരനായ മാധവൻ തറവാട് അന്യായമായി കൈവശം വെച്ചിരിക്കുകയാണെന്നും അയാൾക്ക് യാതൊരു അവകാശമില്ലെന്നും സ്ഥാപിക്കാൻ അയാൾ ശ്രമിച്ചു. രവികുമാർ വളരെ ആത്മവിശ്വാസത്തോടെയാണ് പ്രതിക്കൂട്ടിൽ നിന്നിരുന്നത്. മാധവന്റെ കൈവശം യാതൊരു രേഖയുമില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. അച്ഛൻ മാധവന് നൽകിയ ആധാരം എന്നെ നഷ്ടപ്പെട്ടുവെന്നാണ് അവൻ കരുതിയിരുന്നത്. തുടർന്ന് അഡ്വക്കേറ്റ് മേനോൻ എഴുന്നേറ്റു. തികഞ്ഞ ശാന്തതയോടെ അദ്ദേഹം കോടതിയെ അഭിസംബോധന ചെയ്തു. യുവർ ഓണർ, എതിർഭാഗം സമർപ്പിച്ചിരിക്കുന്ന ആ വിൽപത്രം പൂർണ്ണമായും വ്യാജമാണ്. മരണക്കിടക്കയിലായിരുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്ത് കള്ളയൊപ്പിട്ട് ഉണ്ടാക്കിയ ഒരു രേഖ മാത്രമാണത്. എന്റെ കക്ഷിയായ മാധവനാണ് ആ തറവാടിന്റെ യഥാർത്ഥ അവകാശി. അഡ്വക്കേറ്റ് മേനോൻ പറഞ്ഞു നിർത്തിയപ്പോൾ രവികുമാറിന്റെ വക്കീൽ പരിഹാസത്തോടെ ചോദിച്ചു, ഇത് തെളിയിക്കാൻ നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും രേഖയുണ്ടോ? വെറും വാക്കുകൾ കൊണ്ട് കോടതിയെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല. ആ നിമിഷം കോടതി മുറിയിൽ വല്ലാത്തൊരു പിരിമുറുക്കം അനുഭവപ്പെട്ടു. രവികുമാർ വിജയശ്രീലാളിതനായി ചിരിക്കുന്നുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് മേനോൻ തന്റെ ഫയൽ തുറന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള അരികുകൾ മഞ്ഞ നിറമായ ആ മുദ്രപത്രം അദ്ദേഹം കയ്യിലെടുത്തു. യുവർ ഓണർ, ഇതാണ് ഈ സ്വത്തിന്റെ അസലാധാരം. മാധവന്റെയും രവികുമാറിന്റെയും പിതാവ് തന്റെ മരണത്തിന് മുൻപ് സ്വന്തം ഇഷ്ടപ്രകാരം തറവാട് ഇളയ മകന് നൽകിക്കൊണ്ട് രജിസ്റ്റർ ചെയ്ത രേഖ. ഇതിൽ അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിലുള്ള ഒപ്പും സാക്ഷികളുടെ ഒപ്പും വ്യക്തമാണ്. അദ്ദേഹം ആ ആധാരം കോടതിക്ക് കൈമാറി. ആ നിമിഷം രവികുമാറിന്റെ മുഖത്ത് ചിരി മാഞ്ഞു. അയാളുടെ കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. താൻ ഇത്രയും കാലം ഒളിച്ചുവെക്കാൻ ശ്രമിച്ച സത്യം ഇപ്പോൾ പകൽ വെളിച്ചം പോലെ പുറത്തു വന്നിരിക്കുന്നു. ന്യായാധിപൻ ആ പഴയ രേഖ സൂക്ഷ്മമായി പരിശോധിച്ചു. എതിർഭാഗം സമർപ്പിച്ച വിൽപത്രത്തിലെ ഒപ്പും ഈ ആധാരത്തിലെ ഒപ്പും തമ്മിലുള്ള വ്യത്യാസം ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. കോടതി മുറിയിലെ നിശബ്ദതയെ ഭേദിച്ച് ന്യായാധിപൻ ചോദിച്ചു, മിസ്റ്റർ രവികുമാർ, ഈ രേഖയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? രവികുമാറിന് ഉത്തരം മുട്ടി. അവന്റെ വക്കീൽ എന്ത് പറയണമെന്നറിയാതെ പരുങ്ങി. 12 വർഷമായി മാധവൻ അനുഭവിച്ച വേദനകൾക്കും അപമാനങ്ങൾക്കും ഇന്ന് അവസാനമാവുകയാണെന്ന് ആ കോടതി മുറിയിലുള്ള എല്ലാവർക്കും മനസ്സിലായി. സത്യം എന്തെങ്കിലും ഒരിക്കൽ ചാരത്തിൽ നിന്ന് പോലും ഉയർത്തി നിൽക്കുമെന്ന് മാധവന്റെ കണ്ണുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. കോടതി മുറിയിലെ ഭയാനകമായ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ന്യായാധിപൻ തന്റെ വിധി പ്രസ്താവിച്ചു.
നീണ്ട 12 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ടുള്ള ആ വിധിന്യായത്തിൽ വായിക്കപ്പെട്ട അക്ഷരങ്ങൾ ഓരോന്നും മാധവന്റെ കാതുകളിൽ അമൃതുപോലെയാണ് വീണത്. രവികുമാർ കോടതിയിൽ സമർപ്പിച്ച വിൽപത്രം പൂർണ്ണമായും വ്യാജമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി സ്വന്തം പിതാവിന്റെ ഒപ്പ് വ്യാജമായി നിർമ്മിച്ചതിനും ഇത്രയും കാലം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നീതിപീഠത്തെ കബളിപ്പിച്ചതിനും രവികുമാറിനെതിരെ ശക്തമായ ക്രിമിനൽ കേസെടുക്കാൻ ന്യായാധിപൻ ഉത്തരവിട്ടു. അല്പം മുൻപ് വരെ അഹങ്കാരത്തോടെ പ്രതിക്കൂട്ടിൽ നിന്നിരുന്ന രവികുമാർ ഇപ്പോൾ തലകുനിച്ച് വിയർത്തു കുളിച്ച് അപമാനിതനായി നിൽക്കുന്നത് മാധവൻ നോക്കി നിന്നു. മാധവന്റെ ഉള്ളിൽ പ്രതികാരത്തിന്റെ സന്തോഷമായിരുന്നില്ല, മറിച്ച് വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതിന്റെ ആശ്വാസമായിരുന്നു നിറഞ്ഞു നിന്നത്. തന്റെ അച്ഛന്റെ അന്ത്യാഭിലാഷം താൻ നിറവേറ്റിയിരിക്കുന്നു. ഈ ശ്രീനിലയം തറവാട് ഇനി എന്നേക്കുമായി തന്റേത് മാത്രമാണ്. അഡ്വക്കേറ്റ് മേനോന്റെ മുന്നിൽ കൈകൾ കൂപ്പി നന്ദി പറയുമ്പോൾ മാധവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കോടതി വളപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ പ്രകൃതി പോലും തന്റെ വിജയത്തിൽ സന്തോഷിക്കുന്നതായി മാധവന് തോന്നി. ഉച്ചവെയിലിന്റെ കഠിനമായ ചൂടിന് പകരമായി എവിടെ നിന്നോ ഒരു ഇളം കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 12 വർഷമായി താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, സമൂഹത്തിന് മുന്നിൽ സഹിക്കേണ്ടി വന്ന അപമാനങ്ങൾ എല്ലാം ഈ ഒരു നിമിഷത്തിൽ കാറ്റിൽ പറന്നു പോയിരിക്കുന്നു. ബസ്സിലിരുന്ന് വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മാധവന്റെ മനസ്സ് ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന ആ ഭയാനകമായ സംഭവങ്ങളിലൂടെ ഒന്നുകൂടി കടന്നുപോയി. മുറ്റത്തെ ആ തീക്കുരയിൽ തന്റെ ജീവിതവും പ്രതീക്ഷകളും എരിഞ്ഞടങ്ങി എന്ന് കരുതിയ ആ നിമിഷത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അയാളുടെ മനസ്സൊന്ന് നെടുവീർപ്പെട്ടു. എന്നാൽ വിധി തനിക്കൊപ്പം ഉണ്ടായിരുന്നു. തന്റെ കുഞ്ഞുമകളുടെ രൂപത്തിൽ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ആ കുടുംബത്തിന്റെ അസ്തിത്വം കാത്തു സൂക്ഷിച്ചത്. ശ്രീനിലയം തറവാടിന്റെ പടിപ്പുര കടക്കുമ്പോൾ അയാളുടെ ചുവടുകൾക്ക് വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. ഒരു യഥാർത്ഥ അവകാശിയുടെ കാലച്ചയായിരുന്നു അത്. വീട്ടിൽ സേതുലക്ഷ്മി ഉമ്മറത്തെ കോലായിലെ തൂണും ചാരി ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ ഹൃദയം ഒരു പെരുമ്പറ പോലെ മിടിക്കുന്നുണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞിട്ടും യാതൊരു വിവരവും ലഭിക്കാത്തത് അവളെ വല്ലാതെ അലട്ടിയിരുന്നു. കോടതിയിൽ എന്ത് സംഭവിച്ചു കാണുമെന്ന ചിന്ത അവളുടെ സമനില തെറ്റിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇടയ്ക്കിടെ അവൾ പടിപ്പുരയിലേക്ക് കണ്ണും നട്ട് നോക്കിയിരുന്നു. അവൾക്കരികിലായി മാളവികയും അച്ഛന്റെ വരവും കാത്തിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് പടിപ്പുര കടന്ന് ദൃഢമായ ചുവടുകളോടെ വരുന്ന മാധവനെ അവർ കണ്ടത്. അയാളുടെ മുഖത്തെ പ്രകാശം കണ്ടപ്പോൾ തന്നെ സേതുലക്ഷ്മിയുടെ ഉള്ളിലെ പകുതി ഭയവും അലിഞ്ഞില്ലാതായി. മുറ്റത്തെ ആ കരിഞ്ഞ ചാരക്കുനക്കരികിലൂടെ നടന്നു വരുമ്പോൾ മാധവൻ ഒരു നിമിഷം അവിടെ നിന്നു. ഇന്നലെ തന്റെ കണ്ണുനീർ വീണ ആ മണ്ണിലേക്ക് നോക്കി ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അയാൾ ഉമ്മറത്തേക്ക് കയറി വന്നു. സേതു! മാധവന്റെ ആ ഒറ്റ വിളിയിൽ എല്ലാം അടങ്ങിയിരുന്നു. സേതുലക്ഷ്മി ഓടിച്ചെന്ന് അയാളുടെ കൈകളിൽ ഇറുകെ പിടിച്ചു. നമ്മൾ ജയിച്ചു സേതു, നമ്മൾ ജയിച്ചു. ഈ വീടും പറമ്പും ഇനി നമ്മുടേത് മാത്രമാണ്. ലോകത്തൊരാൾക്കും നമ്മളെ ഇവിടെ നിന്ന് ഇറക്കിവിടാൻ കഴിയില്ല. മാധവന്റെ വാക്കുകൾ കേട്ടതും സേതുലക്ഷ്മി നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. കഴിഞ്ഞ 24 മണിക്കൂറുകളായി അവൾ ഉള്ളിലൊതുക്കിയ സങ്കടവും അതിലുപരി താൻ കാരണം എല്ലാം നശിച്ചല്ലോ എന്ന കുറ്റബോധവും ആ കണ്ണുനീരിലൂടെ പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. മാധവൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. പിന്നീട് അയാൾ മാളവികയെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. എന്റെ മോൾ കാരണമാ അച്ഛനെ വീട് തിരികെ കിട്ടിയത്. നീയായിരുന്നു എന്റെ ജീവൻ കാത്ത നിശബ്ദ സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവളുടെ കവിളിൽ തുരുതുരെ ചുംബിച്ചു. മാളവികയ്ക്ക് കോടതിയുടെയും ആധാരത്തിന്റെയും കാര്യം പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും അച്ഛനും അമ്മയും പഴയതുപോലെ സന്തോഷത്തിലാണെന്നറിഞ്ഞപ്പോൾ അവളും കിലുകിലെ ചിരിച്ചു. ആ വീടിന്റെ വരാന്തയിൽ ആ നിമിഷം അവർ അനുഭവിച്ച സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. സന്ധ്യ മയങ്ങി. ശ്രീനിലയം തറവാട്ടിലെ പൂമുഖത്ത് അന്ന് സേതുലക്ഷ്മി കൊളുത്തിവെച്ച നിലവിളക്കിന്റെ പ്രകാശം വീടിന്റെ മുക്കിലും മൂലയിലും വ്യാപിച്ചു. അതൊരു പുതിയ തുടക്കത്തിന്റെ പ്രതീക്ഷയുടെ പ്രകാശമായിരുന്നു. മുറ്റത്ത് ഇന്നലെ ഇരിഞ്ഞടങ്ങിയ ഇലകളുടെയും കടലാസുകളുടെയും ചാരം ഇപ്പോൾ കാറ്റിൽ പൂർണ്ണമായും എങ്ങോട്ടോ പറന്നു പോയിരിക്കുന്നു. അവിടെ ഇപ്പോൾ വൃത്തിയുള്ള വെളുത്ത മണൽ മാത്രം ബാക്കിയായി. സത്യം എത്ര തവണ മൂടിവെക്കാൻ ശ്രമിച്ചാലും അത് അഗ്നിയിൽ പോലും ഒടുങ്ങാതെ എന്തെങ്കിലും ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് ആ കുടുംബം തിരിച്ചറിഞ്ഞു. വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കും വേദനകൾക്കും ഒടുവിൽ ആ തറവാടിന്റെ തണലിൽ അവർ അന്ന് രാത്രി ശാന്തമായി ഉറങ്ങാൻ കിടന്നു. നാളെയെക്കുറിച്ചുള്ള യാതൊരു ഭയവുമില്ലാത്ത സ്വസ്ഥമായ, അങ്ങേയറ്റം സമാധാനപൂർണമായ ഒരു ഉറക്കം. കോടതി വിധി വന്ന് മാസങ്ങൾ കടന്നുപോയി. ഇടവപ്പാതിയുടെ വരവോടെ പ്രകൃതിക്കും ശ്രീനിലയം തറവാടിനും പുതിയൊരു ജീവൻ ലഭിച്ചതുപോലെ തോന്നി. വേനൽ ചൂടിൽ ഉണങ്ങിക്കരിഞ്ഞു നിന്ന മുറ്റത്തെ മണൽത്തരികളെ തഴുകി തലോടി മഴവെള്ളം ഒഴുകിയിറങ്ങി. അന്ന് സേതുലക്ഷ്മി ഉണക്കയിലകൾ കൂട്ടിയിട്ട് കത്തിച്ച ആ മുറ്റത്ത് ഇന്ന് മഴവെള്ളം ചെറിയൊരു അരുവിയായി രൂപപ്പെട്ടിരിക്കുന്നു. തറവാടിന്റെ മേൽക്കൂരയിലെ പഴയ ഓടുകൾക്കിടയിലൂടെ ഊർന്നു വീഴുന്ന മഴത്തുള്ളികൾ മുറ്റത്തെ വെള്ളത്തിൽ വീണ് ചെറിയ കുമിളകൾ തീർക്കുന്നത് നോക്കി മാളവിക വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഒരു കാലത്ത് ഭയവും നിരാശയും തളം കെട്ടി നിന്നിരുന്ന ആ വീടിന്റെ അന്തരീക്ഷം ഇപ്പോൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു. വായുവിൽ ഇപ്പോൾ നനഞ്ഞ മണ്ണിന്റെയും തുളസിക്കതിരിന്റെയും സുഗന്ധമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ പഴയ വേനൽക്കാലം ഒരു ദുസ്വപ്നം പോലെ അവരുടെ ഓർമ്മകളിൽ നിന്നും പതുക്കെ മാഞ്ഞു തുടങ്ങിയിരുന്നു. കഴിഞ്ഞ 12 വർഷമായി അറ്റകുറ്റപ്പണികളൊന്നും നടത്താതെ കിടന്നിരുന്ന ശ്രീനിലയം തറവാടിന്
ഒരു പുതിയ മുഖഛായ നൽകാനുള്ള തിരക്കിലായിരുന്നു മാധവൻ. ദ്രവിച്ചു തുടങ്ങിയ തടിത്തൂണുകളും മേൽക്കൂരയും നന്നാക്കുന്ന പണി കുറച്ചു ദിവസങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് കോടതിയിൽ നിന്ന് ലഭിച്ച വിജയം വെറുമൊരു സ്വത്ത് തർക്കത്തിന്റെ വിധി മാത്രമായിരുന്നില്ല, മറിച്ച് മാധവന്റെ അസ്തിത്വത്തിന്റെ തിരിച്ചുപിടിക്കൽ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ തറവാടിന്റെ ഓരോ അണുവിലും അയാളുടെ സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് മഴ അല്പം ശമിച്ച നേരം മേൽക്കൂരയിലെ ചോർച്ച മാറ്റുന്നതിനായി പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന മച്ചിലേക്ക് കയറിയതായിരുന്നു മാധവൻ. വർഷങ്ങളായി ആരും കയറാത്ത ആ ഇരുണ്ട മുറിയിൽ മാറാലയും പൊടിയും നിറഞ്ഞു നിന്നിരുന്നു. ഒരു ചെറിയ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അയാൾ തടികൾക്കിടയിലൂടെ നടന്നു. പെട്ടെന്നാണ് മൂലയിലായി പൊടിപിടിച്ചു കിടക്കുന്ന ഒരു പഴയ തടിപ്പെട്ടി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈട്ടിത്തടിയിൽ തീർത്ത അരികുകളിൽ പിച്ചള പൊതിഞ്ഞ ഒരു ചെറിയ പെട്ടി. അത് തന്റെ അച്ഛന്റെയാണെന്ന് മാധവന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് ആ പെട്ടിയിലായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ മാധവൻ ആ പെട്ടി തുറന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള പെട്ടിയിൽ കർപ്പൂരത്തിന്റെയും ഉണങ്ങിയ തുളസിയിലയുടെയും ഗന്ധം അയാളുടെ നാസാരന്ധ്രങ്ങളിലേക്ക് ഇരച്ചു കയറി. പെട്ടിക്കുള്ളിൽ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ജപമാലയും ഒരു ജോഡി പഴയ വട്ടക്കണ്ണടയും ചില പഴയ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അതിനടിയിലായി തുകച്ചട്ടയിട്ട ഒരു പഴയ ഡയറി അയാൾ കണ്ടു. ആകാംക്ഷയോടെ മാധവൻ ആ ഡയറി എടുത്തു. അതിലെ താളുകൾ പലതും ദ്രവിച്ചു തുടങ്ങിയിരുന്നു. അച്ഛന്റെ കൈപ്പടയിലുള്ള വരികളിലൂടെ അയാളുടെ കണ്ണുകൾ സഞ്ചരിച്ചു. അത് അച്ഛന്റെ അവസാന കാലത്തെ ഡയറി കുറിപ്പുകളായിരുന്നു. അതിലെ അവസാനത്തെ പേജുകളിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ വായിച്ചപ്പോൾ മാധവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്റെ കാലം കഴിയാറായെന്ന് എനിക്കറിയാം, അച്ഛൻ ഇങ്ങനെ എഴുതിയിരുന്നു. രവികുമാറിന്റെ മനസ്സിൽ മുഴുവൻ പണത്തോടുള്ള ആർത്തിയാണെന്ന് ഞാൻ പണ്ടേ തിരിച്ചറിഞ്ഞതാണ്. അവൻ ഈ തറവാടിനെ സ്നേഹിക്കുന്നില്ല, ഇതിന്റെ വിലയെ മാത്രമേ അവൻ കാണുന്നുള്ളൂ. എന്നാൽ മാധവൻ അങ്ങനെയല്ല. അവൻ ഈ മണ്ണിൽ നട്ടുവളർത്തിയ ഓരോ മരത്തിനും അവനെ അറിയാം. ഈ വീടിന്റെ ഓരോ സ്പന്ദനവും അവൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്റെ കാലശേഷം ശ്രീനിലയം മാധവന് സ്വന്തമാകണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇത് ഞാൻ അവന് നൽകുന്ന വെറുമൊരു സ്വത്തല്ല, ഈ തറവാടിന്റെ ആത്മാവിനെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ആ വരികൾ വായിച്ചു തീർന്നപ്പോൾ മാധവന് തന്റെ ശബ്ദം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. കേവലം ഒരു സ്വത്ത് തർക്കമായിരുന്നില്ല അത്. തന്റെ പിതാവ് തന്നിൽ അർപ്പിച്ച അഗാധമായ വിശ്വാസമായിരുന്നു താൻ ഇത്രയും കാലം നെഞ്ചിലേറ്റി നടന്ന ഈ പഴയ ആധാരം. ഉച്ചയ്ക്ക് സേതുലക്ഷ്മി അബദ്ധത്തിൽ കത്തിച്ചു കളഞ്ഞ ആ പേപ്പർ യഥാർത്ഥ ആധാരമായിരുന്നെങ്കിൽ താൻ അച്ഛനോട് ചെയ്തത് എത്ര വലിയ പാപമാകുമായിരുന്നു എന്നോർത്തപ്പോൾ അയാൾക്ക് നടുക്കമുണ്ടായി. ഭാഗ്യം കൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടത്. അച്ഛന്റെ ആ ഡയറി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇരുട്ടിൽ അയാൾ കുറച്ചുനേരം അങ്ങനെ തന്നെയിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും വീണ്ടും മഴ കനത്തു. അരിച്ചിറങ്ങുന്ന തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ സേതുലക്ഷ്മി ഉമ്മറത്ത് ഒരു കനൽ ചട്ടി കൊണ്ടുവച്ചു. മാധവൻ ആ ഡയറിയെക്കുറിച്ച് സേതുലക്ഷ്മിയോട് പറയുകയായിരുന്നു. അച്ഛന്റെ സ്നേഹത്തെക്കുറിച്ചോർത്ത് ഇവരുടെയും കണ്ണുകൾ നിറഞ്ഞു. പുറത്ത് മഴയുടെ ഇരമ്പൽ കൂടുതൽ ശക്തമായി. ഇടയ്ക്കിടെ മിന്നലുകൾ അന്തരീക്ഷത്തെ പ്രകാശിപ്പിച്ചു. പെട്ടെന്നാണ് വഴിപ്പടിക്കലിലെ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത്. ഇത്രയും വലിയ മഴയത്ത് ആരാണ് വരുന്നതെന്നറിയാൻ മാധവൻ എഴുന്നേറ്റ് നോക്കി. ഇരുട്ടിൽ വരാന്തയിലേക്ക് നടക്കുന്ന ഒരു രൂപം മിന്നൽ വെളിച്ചത്ത് അയാൾ കണ്ടു. കുട പോലുമില്ലാതെ മഴയത്ത് പൂർണ്ണമായും നനഞ്ഞൊലിച്ച് വിറയ്ക്കുന്ന കാലുകളോടെ അയാളുടെ വസ്ത്രങ്ങൾ ചെളി പുരണ്ട് അലങ്കോലപ്പെട്ടിരുന്നു. മുറ്റത്തെ വെളിച്ചത്തിലേക്ക് അയാൾ കയറി വന്നപ്പോൾ മാധവനും സേതുലക്ഷ്മിയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അത് രവികുമാറായിരുന്നു. അഹങ്കാരത്തിന്റെയും പ്രതാപത്തിന്റെയും അവസാന വാക്കായിരുന്നു ഒരു കാലത്ത് അവൻ. എന്നാൽ ഇപ്പോൾ സർവ്വതും നഷ്ടപ്പെട്ട് അങ്ങേയറ്റം പരിതാപകരമായ ഒരവസ്ഥയിൽ താൻ ഇറക്കിവിടാൻ ശ്രമിച്ച സ്വന്തം അനിയന്റെ വീട്ടുപടിക്കൽ ഒരു യാചകനെ പോലെ അവൻ തലകുനിച്ചു നിൽക്കുകയാണ്. മാധവന്റെയും സേതുലക്ഷ്മിയുടെയും നോട്ടം രവികുമാറിൽ തറച്ചു നിന്നു. മഴത്തുള്ളികൾക്കൊപ്പം അയാളുടെ കണ്ണുനീരും ആ മുറ്റത്തെ മണ്ണിലേക്ക് ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. കാലം കൊടുക്കുന്ന തിരിച്ചടികൾ എത്രത്തോളം ഭയാനകമാണെന്ന് ആ നിമിഷം അവർ തിരിച്ചറിയുകയായിരുന്നു. ഇടമുറിയാതെ പെയ്യുന്ന മഴയുടെ ഇരമ്പൽ മാത്രമാണ് ആ നിമിഷം ശ്രീനിലയം തറവാടിന്റെ മുറ്റത്ത് കേട്ടിരുന്നത്. മിന്നലിന്റെ വെളിച്ചത്തിൽ വരാന്തയിലെ പടിയിൽ വിറച്ചു നിൽക്കുന്ന രവികുമാറിനെ മാധവനും സേതുലക്ഷ്മിയും അവിശ്വസനീയതയോടെ നോക്കി നിന്നു. അഹങ്കാരത്തിന്റെ പര്യായമായിരുന്ന പണത്തിന്റെയും അധികാരത്തിന്റെയും ഗർവിൽ സ്വന്തം ചോരയെ പോലും തെരുവിലിറക്കാൻ മടിക്കാതിരുന്ന ആ പഴയ രവികുമാറിന്റെ നിഴൽ പോലും ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. മഴവെള്ളത്തോടൊപ്പം അയാളുടെ കണ്ണുനീര് മുഖത്തെ ചുളിവുകളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. വായുവിൽ ഒരു വല്ലാത്ത മരവിപ്പ് പടർന്നു. 12 വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനും താൻ അനുഭവിച്ച മാനസിക പീഡനങ്ങൾക്കും ഒടുവിൽ സ്വന്തം ജ്യേഷ്ഠൻ ഒരു യാചകനെ പോലെ തന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ മാധവന്റെ ഉള്ളിൽ പകയായിരുന്നില്ല, മറിച്ച് കാലത്തിന്റെ കാവ്യനീതിയെക്കുറിച്ചുള്ള ഒരു അത്ഭുതമാണ് ഉയർന്നു വന്നത്. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ രവികുമാർ പതുക്കെ മുന്നോട്ട് വന്ന് മാധവന്റെ കാൽക്കിലേക്ക് കുഴഞ്ഞു വീണു. ആ വലിയ മനുഷ്യൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി. മാധവ, എന്നോട് ക്ഷമിക്കടാ, ഞാൻ ചെയ്ത പാപങ്ങൾക്ക് എനിക്കിപ്പോൾ ശിക്ഷ കിട്ടിയിരിക്കുന്നു. അയാളുടെ വാക്കുകൾ മഴയുടെ ശബ്ദത്തെ ഭേദിച്ച് പുറത്തു വന്നു. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ മാധവന്റെ കാലുകളിൽ ഇറുകെ പിടിച്ചു.
കോടതി വിധിക്ക് ശേഷം രവികുമാറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് വലിയൊരു ദുരന്തമായിരുന്നു. വ്യാജരേഖ ചമച്ചതിന് പോലീസ് കേസ് വന്നതോടെ അയാളുടെ ബിസിനസ് സാമ്രാജ്യം തകർന്നടിഞ്ഞു. കടക്കാർ വീട്ടിൽ കയറിയിറങ്ങാൻ തുടങ്ങിയപ്പോൾ പണമുള്ളപ്പോൾ മാത്രം കൂടെ ഉണ്ടായിരുന്ന ഭാര്യയും മക്കളും അയാളെ തനിച്ചാക്കി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ഉറ്റവരും ഉടയവരും കൈവിട്ടപ്പോൾ ഒടുവിൽ അഭയം തേടാൻ ആ വലിയ ലോകത്ത് അയാൾക്ക് സ്വന്തമായി ആരുമില്ലാതായി. അപ്പോഴാണ് താൻ ഒരു കാലത്ത് ആട്ടിയക്കറ്റാൻ ശ്രമിച്ച ഈ പഴയ തറവാടിന്റെ പടിപ്പുര ഓർമ്മ വന്നത്. മാധവൻ അനങ്ങാതെ നിന്നു. അയാളുടെ മനസ്സിലൂടെ കഴിഞ്ഞ 12 വർഷത്തെ വേദനകൾ ഒരു ചലച്ചിത്രം പോലെ കടന്നുപോയി. തന്നെയും ഭാര്യയെയും മകളെയും വഴിയാധാരമാക്കാൻ ശ്രമിച്ച ഈ മനുഷ്യനോട് എങ്ങനെ ക്ഷമിക്കും? അന്ന് ഉച്ചയ്ക്ക് ആ കടലാസ് കത്തിപ്പോയെന്ന് കരുതി താൻ അനുഭവിച്ച നരകയാതനകൾക്ക് ആര് മറുപടി പറയും? മാധവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. എന്നാൽ അതേ നിമിഷം തന്നെ അല്പം മുൻപ് മച്ചിൽ വെച്ച് താൻ വായിച്ച അച്ഛന്റെ ഡയറി കുറിപ്പുകൾ അയാളുടെ ഓർമ്മയിലേക്ക് വന്നു. ഈ വീടിന്റെ ആത്മാവിനെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. അച്ഛന്റെ ആ വാക്കുകൾക്ക് ഇപ്പോൾ മറ്റൊരു അർത്ഥമുള്ളതുപോലെ മാധവന് തോന്നി. പകരം വീട്ടിലല്ല, മറിച്ച് വീണു പോയവന് താങ്ങാകുന്നതാണ് ഈ ശ്രീനിലയത്തിന്റെ യഥാർത്ഥ പാരമ്പര്യം. താൻ രവികുമാറിനെ പോലെ ആകാൻ പാടില്ല എന്ന് മാധവൻ തിരിച്ചറിഞ്ഞു. മാധവൻ സാവധാനം കുനിഞ്ഞ് രവികുമാറിന്റെ തോളിൽ പിടിച്ച് അയാളെ എഴുന്നേൽപ്പിച്ചു. ഏട്ടാ, എഴുന്നേൽക്ക്. മാധവന്റെ ആ വിളി കേട്ടപ്പോൾ രവികുമാർ വിതുമ്പലോടെ അയാളെ നോക്കി. മാധവന്റെ കണ്ണുകളിലും ഒരു നേർത്ത നനവുണ്ടായിരുന്നു. ഇത് അച്ഛന്റെ വീടാണ്. ഈ വീടിന്റെ വാതിലുകൾ ഒരിക്കലും ആർക്കും മുന്നിലും അടയില്ല. ഏട്ടനകത്തേക്ക് കയറി വാ. മാധവന്റെ വാക്കുകളിൽ യാതൊരു വിധത്തിലുള്ള പകയോ പരിഹാസമോ ഉണ്ടായിരുന്നില്ല. അത് പൂർണ്ണമായ ക്ഷമിക്കലായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന സേതുലക്ഷ്മിയും പെട്ടെന്ന് അകത്തേക്ക് നടന്നു. നിമിഷങ്ങൾക്കകം അവൾ ഒരു ഉണങ്ങിയ തോർത്തും ധരിക്കാൻ മാധവന്റെ പഴയൊരു മുണ്ടുമായി തിരികെ വന്നു. ആ തോർത്ത് അവൾ രവികുമാറിന്റെ നേരെ നീട്ടി. ഒരു കാലത്ത് താൻ ഏറ്റവും കൂടുതൽ അപമാനിച്ച സ്ത്രീയുടെ മുന്നിൽ അപകർഷതാബോധം കൊണ്ട് രവികുമാറിന് തലയുയർത്താൻ കഴിഞ്ഞില്ല. അയാളുടെ കൈകൾ വിറച്ചു. നനഞ്ഞ വസ്ത്രം മാറ്റേട്ടാ, ഞാൻ പോയി കുറച്ച് ചൂടുവെള്ളം എടുക്കാം. സേതുലക്ഷ്മിയുടെ ആ വാക്കുകൾ അയാളുടെ ഹൃദയത്തിലെ അവസാനത്തെ മുറിവ് മുണക്കി കളഞ്ഞിരുന്നു. ഒരു കുടുംബത്തിന്റെ സ്നേഹം എന്താണെന്ന് അയാൾ ആദ്യമായി പൂർണ്ണാർത്ഥത്തിൽ തിരിച്ചറിയുകയായിരുന്നു. വരാന്തയുടെ തൂണിന് മറവിൽ നിന്നിരുന്ന മാളവികയും ഇതെല്ലാം കണ്ട് അത്ഭുതത്തോടെ നിൽപ്പുണ്ടായിരുന്നു. അവൾ സാവധാനം നടന്നുവന്ന് രവികുമാറിന്റെ കയ്യിൽ മെല്ലെ തൊട്ടു. ആ കുഞ്ഞു കൈകളുടെ സ്പർശം അയാളെ കൂടുതൽ കരയിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ കിഴക്ക് സൂര്യൻ ഉദിച്ചുയർന്നു. രാത്രിയിലെ പേമാരി പ്രകൃതിയെ ഒന്നാകെ കഴുകി വൃത്തിയാക്കിയിരുന്നു. ശ്രീനിലയം തറവാടിന്റെ മുറ്റത്തെ മണത്തരികൾ സ്വർണം പോലെ തിളങ്ങി. അന്ന് സേതുലക്ഷ്മി ഉണക്കേലുകളിട്ട് കത്തിച്ച ആ ചാരക്കൂന നിറഞ്ഞ മുറ്റം ഇന്ന് ഒരു ഓർമ്മപ്പെടുത്തലായി അവരുടെ മുന്നിൽ അവശേഷിച്ചു. അവരുടെ മനസ്സിലെ അശാന്തിയെ ഇല്ലാതാക്കുന്നത് പോലെ മുറ്റത്ത് നിറഞ്ഞിരുന്ന മഴവെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോയിരുന്നു. അതോടൊപ്പം ആ കുടുംബത്തിൽ 12 വർഷമായി പുകഞ്ഞുകൊണ്ടിരുന്ന പകയുടെയും വിദ്വേഷത്തിന്റെയും ചാരം കൂടിയാണ് ഒലിച്ചു പോയത്. പൂമുഖത്ത് സേതുലക്ഷ്മി കത്തിച്ചു വെച്ച നിലവിളക്കിന്റെ പ്രകാശത്തിന് ഇന്ന് പതിവിലും തിളക്കമുണ്ടായിരുന്നു. വരാന്തയിലെ ചാരുകസേരയിൽ മാധവൻ പത്രവായനയിലായിരുന്നു. അയാൾക്കരികിലായി തികഞ്ഞ സമാധാനത്തോടെ തറവാട്ടിലെ പഴയൊരു പുസ്തകവും വായിച്ചുകൊണ്ട് രവികുമാറും ഇരിപ്പുണ്ടായിരുന്നു. മുറ്റത്ത് മാളവിക തുമ്പികളെ പിടിക്കാൻ ഓടി നടക്കുന്നു. അന്ന് എരിയുന്ന തീയിലേക്ക് വീണ ആ കടലാസ് കഷ്ണവും അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളും ഈ കുടുംബത്തിന്റെ വിധിയെ തിരുത്തിയെഴുതാൻ കാലം കാത്തുവെച്ച ഒരു നിമിത്തമായിരുന്നു എന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയുന്നു. തീയിൽ കുരുത്ത സത്യം വെളിച്ചമായി മാറുകയും സ്നേഹത്തിന്റെ തണലിൽ ആ കുടുംബം വീണ്ടും ഒന്നാകുകയും ചെയ്തു. ശ്രീനിലയം തറവാട് അതിന്റെ പൂർണ്ണതയിൽ പ്രൗഢിയോടെ ആ പ്രഭാതത്തെ വരവേറ്റു. പ്രിയപ്പെട്ടവരെ, ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും അതൊരു ലൈക്കിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ വീഡിയോക്ക് ഹൈപ്പും കൂടെ നൽകണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു കഥയുമായി കാണുന്നതുവരെ സ്നേഹത്തോടെ കിസലയം.